ചന്ദ്രിക ദിനപത്രം 2025 ഓഗസ്റ്റ് 26 ചൊവ്വ. മുസ്ലിം ലീഗിൻ്റെ പുതിയ ദേശീയ ആസ്ഥാന മന്ദിരത്തെക്കുറിച്ച് കെ സൈനുൽ ആബിദ് സഫാരി എഴുതുന്നു. ജനാധിപത്യ സംരക്ഷണ പോരാട്ടങ്ങൾക്ക് ഒരാസ്ഥാനം. രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ക്രമക്കേടുകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ വിശ്വാസ്യതയും തനിമയും നിലനിർത്താനുള്ള പുതിയ പോർമുഖത്തേക്ക് പ്രവേശിക്കുകയാണെന്ന് വേണം പറയാൻ. ഈ പോരാട്ടങ്ങൾക്ക് പൊതുവിലാസവും ഊർജവും പകരുന്നതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ രാജ്യതലസ്ഥാനത്തെ പുതിയ ആസ്ഥാന മന്ദിരം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ഭരണഘടനയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറി നീക്കങ്ങൾ വ്യാപകമായി നടക്കുന്നുവെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കണ്ടെത്തലും അതേ തുടർന്നുള്ള ചർച്ചകളും ആഗോളതലത്തിൽ തന്നെ പ്രാധാന്യമുള്ള വിഷയമാണ്. നിലവിൽ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളും അത് വിശദീകരിക്കാൻ സാധിക്കാത്ത സ്ഥിതിയും ഏറെക്കാലത്തേക്ക് ഇന്ത്യ ചർച്ച ചെയ്യുകയും പരിശോധിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യാൻ പോകുന്ന വിഷയമാണ്. ഈ വിഷയം തുടങ്ങിയിട്ടേയുള്ളൂ എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇതേ തുടർന്ന് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം ജനം വിഷയം ഏറ്റെടുക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. വരുംകാല രാഷ്ട്രീയത്തിലെ മുഖ്യ വിഷയത്തിലേക്കുള്ള ദിശാസൂചികയാണ്. രാജ്യത്തിൻ്റെ ജനായത്ത സംസ്കാരത്തെ പൂർണ്ണാർത്ഥത്തിൽ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എല്ലാവിധ പിന്തുണയോടെയും രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട്. പാർലമെൻറ്റിനകത്തും പുറത്തും ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി അടക്കമുള്ള നേതാക്കൾ അക്കാര്യം വ്യക്തമാക്കിയതാണ്. ഉത്തരങ്ങൾ നൽകേണ്ടി വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവുകൾ നശിപ്പിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുകയുണ്ടായി. CCTV വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പിന് 45 ദിവസങ്ങൾക്ക് ശേഷം നശിപ്പിക്കാനുള്ള കമ്മീഷൻ്റെ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുലിൻ്റെ വിമർശനം. വോട്ടർ പട്ടിക VVPAT മാതൃകയിൽ നൽകുന്നില്ല. CCTV ദൃശ്യങ്ങൾ നിയമം മാറ്റി ഒളിപ്പിക്കുന്നു. ഉത്തരം നൽകാൻ ബാധ്യസ്ഥരായ തെളിവുകൾ നശിപ്പിക്കുകയാണിപ്പോൾ. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയും തെരഞ്ഞെടുപ്പ് വിവരങ്ങളും ദൃശ്യങ്ങളും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം 45 ദിവസത്തിനകം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ദൃശ്യങ്ങളും മറ്റും ഡിലീറ്റ് ചെയ്യാനാണ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തങ്ങളുടെ ഇലക്ട്രോണിക് വിവരങ്ങൾ ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷൻ ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, CCTV, വെബ്കാസ്റ്റിംഗ് തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പകർത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മെയ് 30 സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ കത്തിൽ പറയുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ ഇവ നിർബന്ധമല്ല. കമ്മീഷൻ തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഇതൊരു ആഭ്യന്തര നടത്തിപ്പ് സംവിധാനമായി ഉപയോഗിക്കുന്നുവെന്നേയുള്ളൂ. അടുത്തിടെയായി ചിലർ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. യാതൊരു നിയമപരമായ നടപടികൾക്കും ഇത് കാരണമാകുന്നില്ലെങ്കിലും അതിന് അത്തരത്തിൽ ഉപയോഗിക്കുന്നുവെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് ഇത് പുനഃപരിശോധിക്കാൻ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും ഉത്തരവിൽ വിശദീകരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണഘടനയനുസരിച്ച് ജുഡീഷ്യൽ അധികാരമാണുള്ളത്. ഒരു ഭരണഘടനാ സ്ഥാപനം അമിതാധികാര ശക്തിയാകുന്നത് ജനാധിപത്യത്തിൽ ഗുരുതരമായ ഭവിഷ്യത്തുകളുണ്ടാക്കുമെന്ന് രാഷ്ട്രശില്പികൾ തന്നെ പറഞ്ഞതാണ്. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിലൂടെ ഇന്ത്യൻ ജനതയുടെ ഹൃദയങ്ങളിൽ എത്തിച്ചത്. പക്ഷേ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ രാജ്യത്തെ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ഉത്തരവാദിത്തപ്പെട്ടവരോ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ കുളിമുറിയിൽ നഗ്നരാണെന്ന് സ്ഥിതി വന്നിരിക്കുന്നു. ഇത് രാജ്യത്തിന് തന്നെ ഭീഷണിയായ വിഷയമാണ്. വോട്ട് കവർച്ച പോലുള്ള മോശം പദം ഉപയോഗിക്കരുതെന്നും ആരോപണങ്ങൾക്ക് തെളിവ് നൽകണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ പ്രതിപക്ഷ നേതാക്കൾ മത്സരിച്ച 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ വ്യാജ വോട്ട് ആരോപണം ഉന്നയിച്ച BJP നേതാവ് അനുരാഗ് സിംഗ് ഠാക്കൂറിനോട് തെളിവ് ചോദിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ധൈര്യമില്ലെന്നും ആരോപണം ഉന്നയിച്ച് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഒരാൾ 2 തവണ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രേഖാമൂലം പങ്കിടണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനോട് ആവശ്യപ്പെടുന്നു. ഇന്ത്യയിലെ മുഴുവൻ വോട്ടർമാരെയും ഒരു തെളിവുമില്ലാതെ മോഷ്ടാവായി ചിത്രീകരിക്കരുതെന്നും കമ്മീഷൻ പറയുന്നത് തീർച്ചയായും തങ്ങൾക്ക് മറച്ചുവെക്കാനുള്ളതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കമായേ കരുതാനാവൂ. വോട്ട് മോഷ്ടാവ് പോലുള്ള പദപ്രയോഗം കോടിക്കണക്കിന് വോട്ടർമാരുടെയും ലക്ഷക്കണക്കിന് തെരഞ്ഞെടുപ്പ് ജീവനക്കാരുടെയും സത്യസന്ധതയ്ക്ക് മേലുള്ള ആക്രമണമാണെന്നൊക്കെയാണ് കമ്മീഷൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊന്നും ചോദിച്ചതിനുള്ള മറുപടിയല്ല. ഇക്കാര്യം മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറിനോട് പറയണമെന്നും അതിന് ഭയമുണ്ടോ എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെടുത്ത് കോൺഗ്രസ് മധ്യവിഭാഗം മേധാവി പവൻ ഖേര ചോദിച്ചിരുന്നു.
ബീഹാറിൽ വോട്ടവകാശ യാത്ര നടത്തി ശുദ്ധമായ വോട്ടർ പട്ടിക ഉറപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി നൽകുന്ന വാഗ്ദാനം. അദ്ദേഹം മുൻനിർത്തിയുള്ള കഠിന ദൗത്യവുമായാണ് ജനമധ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. വോട്ട് മോഷണം വെറും തെരഞ്ഞെടുപ്പ് വിഷയമല്ലെന്നും ജനാധിപത്യം, ഭരണഘടന, ഒരു മനുഷ്യൻ ഒരു വോട്ട് എന്നിവ സംരക്ഷിക്കാനുള്ള നിർണായക പോരാട്ടമാണെന്നതും എല്ലാവരും തിരിച്ചറിയണം. വോട്ടവകാശ യാത്രയിലൂടെ ബീഹാറിൻ്റെ മണ്ണിൽ നിന്ന് മാത്രമല്ല രാജ്യത്ത് നിന്ന് ഇത്തരം ഗൂഢനീക്കങ്ങൾ പിഴുതെറിയണം. ഈ മുന്നേറ്റങ്ങൾക്ക് കരുത്തും ഊർജ്ജവും പകരാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൂടെയുണ്ടാവും. രാജ്യത്തുടനീളം ശുദ്ധമായ വോട്ടർ പട്ടിക ഉറപ്പാക്കാനുള്ള ബഹുജന പ്രസ്ഥാനത്തിൽ അണിചേർന്ന രാജ്യത്തുടനീളം വ്യാപിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങളുടെ അലയൊലികൾ ഏറ്റെടുക്കാൻ ഖായിദമില്ലത്ത് ഇസ്മായിൽ സാഹിബിൻ്റെ അനുയായികളും ഒന്നിച്ചു നിൽക്കുമെന്നുറപ്പ്. മുസ്ലിം ലീഗിൻ്റെ പുതിയ ദേശീയ ആസ്ഥാന മന്ദിരം അത്തരം രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ കർമ്മമണ്ഡലമായി പ്രവർത്തിക്കുമെന്നും തീർച്ച. തയ്യാറാക്കിയത് ദിശന അക്കാദമി ഇരുമ്പുഴി. ശബ്ദം KVA അസീസ് ചുങ്കത്തറ.